ഹായ് ഡിയേഴ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അണ്ടല്ലൂർ പോവാട്ടോ. അതായത് അണ്ടല്ലൂർ തുടങ്ങിയിട്ട് ഫെബ്രുവരി 13 തുടങ്ങി, നമ്മൾ 16-ാം തീയതി ആട്ടോ പോയത്, ഞായറാഴ്ച. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിന്. പിന്നെ കളിക്കേണ്ടതും കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ടായിന്. അതായത് കുട്ടിക്ക് കളിക്കേണ്ട കുറച്ച് സംഭവങ്ങൾ, പിന്നെ ആകാശത്തൊട്ടിൽ, ആകാശത്തോണി, അതിൽ ലൈറ്റിങ് പിടിപ്പിച്ചിട്ട് ഭയങ്കര രസമാണ്. ഇന്ന് ഡാൻസിങ് അങ്ങനത്തെ സംഭവമുണ്ട്. പിന്നെ തീവണ്ടി ഉണ്ട്. ഇപ്പം നമ്മൾ പോയത് 8 മണി 8:30 എങ്ങനെയാണ് പോയത്. നമ്മൾ പൂവടിയെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ള രീതിക്കാണ് ഉള്ളത്. ഇത് നോക്കട്ടെ എങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും അറിയില്ല, നോക്കാം നമുക്ക്. അപ്പോൾ അണ്ടല്ലൂർ കാവിൽ എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറുന്നത്. കാരണം അത്രയും തിരക്കിൽ ഇങ്ങനെ പിച്ച നടന്നിട്ട് അങ്ങനെ അണ്ടല്ലൂർ കാവിൻ്റെ ഉള്ളിൽ സൈഡ് വഴി കയറി. അപ്പോൾ അവിടെ അന്നദാനമുണ്ട്, അന്നദാനമല്ല പ്രസാദം ഊട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഓരോ ഊട്ടുപോലെ പോയി പ്രസാദം ഊട്ട് കഴിച്ചു. അതായത് അവിലും പഴവും ശർക്കരയില്ലേ ആ സംഭവം. അപ്പോൾ താനിക്ക് ഇങ്ങനത്തെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കാര്യമായിട്ടാണ്. ഇങ്ങനത്തെ സംഭവം തിന്നാൻ ഭയങ്കര ഇഷ്ടം. ചോറായിക്കോട്ടെ, അമ്പലത്തിലെ പ്രസാദമില്ലേ അതെല്ലാം കഴിക്കാൻ ഭയങ്കര കാര്യം. ഒരു 100 ആൾക്കിരിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ള ഊട്ടുപുര കേട്ടോ ഇത്. പക്ഷേങ്കിൽ ഇപ്പം ബെഞ്ച് മാറ്റി വെച്ചിട്ട് ഒരുപാട് കസേരകൾ ഇട്ട് വെച്ചത് കേട്ടോ. പിന്നെ പറയാൻ ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ടായിന്. പക്ഷേ ഒരു വകയില്ല വാങ്ങാൻ. അവിടെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ സംഭവം വർക്ക് ചെയ്യുന്നില്ല. ഈ അവിടെ ഈ അണ്ടല്ലൂർ കാവിൻ്റെ ആ സൈഡിൽ കുറച്ച് ബേക്കോട്ട് മറ്റേ താഴേക്കാവ് അങ്ങോട്ട് എത്തുമ്പോൾ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ആ മുറ്റത്തെ സൈഡിൽ നിന്നും ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നേയില്ല. ഒരു ബലൂൺ വാങ്ങിയിട്ട് നമുക്ക് കയ്യിൽ പൈസയില്ല കൊടുക്കാൻ. താനീൻ്റെ ബലൂൺ ഒരു 20 ഉറുപ്പ്യേ ഉള്ളൂ. പക്ഷെ ഗൂഗിൾ പേ പൈസ ഉള്ളതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഭയങ്കര ജാമായിന്. എങ്ങനെയല്ലോ തിരിച്ച് ആ ബലൂണെല്ലാം എടുത്തിട്ടാട്ടോ നമ്മൾ വരുന്നത്. അപ്പോൾ താനിക്ക് ഈ വണ്ടി കണ്ടേരേ പറഞ്ഞതിന് കയറണം. തിരിച്ച് വന്നിട്ട് കയറാന്നുള്ള രീതിക്ക് കയറി. പക്ഷേങ്കിൽ ആൾ ഇച്ചിരി മൂഡ് ഓഫ്. എന്നാ സംഭവം എന്നറിയില്ല, എന്തോ ഒരു മൂഡ് ഓഫ്. കയറിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്കെല്ലാം അറിഞ്ഞൂടും. അപ്പം താനീനെ വണ്ടിയിലേക്ക് കയറ്റി. ഒരുമിച്ച് ഒരാൾ ഇരുന്നത് കൊണ്ടാണോ എന്നാന്നറിയില്ല, കഷിക്ക് അത്ര ഒരു മുഖം അത്ര തെളിച്ചം കണ്ടില്ല. എന്തോ ഒട്ടും ഒരു അല്ലെങ്കിൽ നല്ലോണം തിരിച്ചും മറിച്ചും കളിക്കുന്ന ഈ സംഭവം കൊണ്ട്. പക്ഷേങ്കിൽ ഇന്ന് ഒരു മുഖത്തൊരു ചിരിയോ ഒന്നും കണ്ടില്ല. എങ്ങനെയെങ്കിലും അവിടുന്ന് ഇറങ്ങിപ്പോയാൽ മതി അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി കൃഷ്ണൻ്റെ വിഗ്രഹമെല്ലാം കണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ തലശ്ശേരി അമ്പലത്തിൽ പോകുന്ന പോലെ ഈ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് അങ്ങനെയല്ലോ ഇല്ലേ, അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് ഇവിടെ. പിന്നെ ഈ ഒരു സാധനം വാങ്ങി. എൻ്റെ പൊന്നെ, ഗൂഗിൾ പേ വർക്ക് ചെയ്യണ്ടേ. ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ട് 100 രൂപ പറഞ്ഞു. ഞാൻ പറഞ്ഞു 100 രൂപയൊന്നുമില്ല, ഒരു 80 രൂപ. പക്ഷേ ഇതിന് എൻ്റെ ഏട്ടൻ വാങ്ങിയത് 60 രൂപയ്ക്ക്. അപ്പം നഷ്ടമായില്ലേ 20 രൂപ. ഇവിടെ ഒരു ലവിൻ്റെ ലൈറ്റിംഗ് സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പം താനീനെയും കൂട്ടിയിട്ട് ഞാൻ നടക്കലാണ്. നമ്മൾ അവിടെ കുറേ സമയം ഇരുന്നേന്. ഇവിടെ മറ്റേ താഴേക്കാവിൽ. പക്ഷേ അവിടെ എന്നാൽ പെണ്ണുങ്ങളോട് ഇരിക്കണത് പറഞ്ഞു. അപ്പോൾ എണീറ്റ് നടക്കുകയല്ലാണ്ട് വേറെ രക്ഷയില്ലല്ലോ. ബിബി ചേട്ടൻ അവിടെ തന്നെ ഇരുന്ന്. അപ്പം ഞാൻ താനും ഇങ്ങനെ
നിലത്തിട്ട കോഴിനെ പോലെ ഇങ്ങനെ നടക്കും. എവിടെയാ എന്നാ ഒന്നുമില്ല, ഇങ്ങനെ നടക്കലേ. ഒരാടെ പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കട്ടെ, കുറച്ച് സമയം ലീവ് തന്നെ എടുത്ത് നടക്കുന്നില്ല, അപ്പോൾ ഇരിക്കട്ടെ ഇതാ ഈ തറയില്ല കേട്ടോ പെണ്ണുങ്ങൾ ഇരിക്കരുത് പറഞ്ഞത്. അപ്പം താനി വണ്ടീനെ കൊണ്ട് കളിക്കേണ്ട തിരക്കാം. അതിനെക്കൊണ്ട് കളിച്ച് അത് 2 കഷ്ണമാക്കി വെച്ചിന്. അവൾ പിന്നെയും പൂയിനെ കൊണ്ട് കളിക്കുന്നായിരുന്നു. അപ്പം ഞാനും താനും പിന്നെയും വന്ന് ഒരു ഐസ്ക്രീമെല്ലാം വാങ്ങിക്കൊടുത്ത്. ഒന്നേ വാങ്ങിയിട്ടുള്ള നിമിച്ച എനക്കും കൂടി അതിൻ്റെ അകത്തുനിന്ന് കഴിക്കാൻ ഇവിടെ ഒരു തുള്ളി തന്നിനോൾ. എന്നിട്ട് ഇത് കഴിച്ചിട്ട് നമുക്ക് ജ്യൂസ് വേണം പോലും. അവിടെ നിന്ന് ജ്യൂസെല്ലാം കൊടുക്കുന്ന കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ജ്യൂസ് വേണം. അത് വാങ്ങിക്കൊടുത്തിട്ടില്ല. ഇത് വീട്ടിലറിഞ്ഞാൽ തന്നെ എന്നെ ഒച്ചപ്പാടാക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തീൻ്റെ വാച്ച് കെട്ടല അവളെ പരിപാടി. ഞാൻ അന്നേ വിചാരിച്ചിന് ഒരു വാച്ച് വാങ്ങണം. അപ്പോൾ ഇത് 50 രൂപേൻ്റെ അവിടെ നിന്ന് കിട്ടിയത്. അതും ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നതിൻ്റെ മാത്രം വാങ്ങാമെന്ന് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ആദ്യം പൈസ അയക്കാൻ പറ്റുമോ നോക്കിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇവർക്ക് 50 റുപ്യേൻ്റെ എല്ലാം മതി എന്ന് വെച്ചിട്ട് വേറെ ഉണ്ട് ഒരുപാട് പൈസ എൻ്റെ എല്ലാം ഉണ്ട്. പക്ഷേ ഒറ്റ ദിവസത്തേക്കല്ലേ, എന്തിനാ വെറുതെ വലിയ പൈസയെല്ലാം കൊടുത്തിട്ട് അവളൊന്ന് പൂതി മാറ്റാൻ വേണ്ടി മാത്രം വാങ്ങിക്കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഇട്ടിട്ട് അവിടെയുള്ള ഏട്ടന്മാർക്കെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടായി. പിന്നെയും സമയം ഇങ്ങനെ ഈ പൂവടീൻ്റെ സമയം ഇങ്ങനെ എത്ര മണിയാണ് ഇങ്ങനെയൊന്നും അറിയില്ലാത്തതുകൊണ്ട് പിന്നെയും ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ടാവും. ഉറക്കൊന്നും വരുന്നൊന്നുമില്ല, പക്ഷേ എന്തെല്ലാം രീതിയിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ ബിബി ചേട്ടൻ പോയിട്ട് അവിടെ നിന്നിട്ട് ഞാൻ വീഡിയോ എടുക്കല കേട്ടോ. ഇതവിടെ ഇങ്ങനെ, പക്ഷേ ഈ ലൈറ്റ് എന്തോ ചെറിയ പ്രശ്നം, അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ട കാവിലേക്ക് ദൈവത്താറ് പോവുക കേട്ടോ. ദൈവത്താറ് പോകുമ്പോൾ ഇതെന്ന സംഭവം കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പറയാനും അറിയില്ല. ഞാൻ ചോദിച്ചാലും പറഞ്ഞ് നീ ഇതുവരെ ആണ്ടല്ലോ ഒരു വന്നിട്ടില്ലേ, ഈ സംഭവം എന്നാന്ന് അറിഞ്ഞൂടെ. സത്യം പറഞ്ഞാൽ എനിക്ക് സംഭവം അറിഞ്ഞൂടാ. ഇത് എന്താ തീ കത്തിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ, പിന്നെ മുത്തുക്കൊടിയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാത്രമേ വെടിക്കെട്ട് നടക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്ക് ദൈവത്താറിനെ കാണിച്ചത് പിന്നെ വെയിറ്റ് ചെയ്യും. സമാധാനത്തിന്റെ കാവൽ ഭടന്മാരായ പോലീസ് അധികാരികളുടെ വിധിയേറിയ നിർദ്ദേശങ്ങൾ പാലിക്കുക, അനുസരിക്കുക. ഇന്ന് പാലയാട് ദേശവാസികളുടെ വകയായി മനോഹരമായ തെരുമരുന്ന് പ്രയോഗം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന് പാലയാട് ദേശവാസികളുടെ വകയായി മനോഹര അപ്പോൾ ഈ വരിയിൽ കൂടെ ദൈവത്താറ് വരുന്നുണ്ട് കേട്ടോ. ദൈവത്താറിനാ തോന്നുന്നു പറയുക, കറക്റ്റ് എനിക്കറിയില്ല. ദാ വന്നുകൊണ്ടിരിക്കുന്നു. 1 2 3 ദൈവങ്ങളുണ്ട് കേട്ടോ. ഇവരിനി താഴേക്കാവ് പോയിട്ട് എന്തെല്ലോ തെയ്യം കളിച്ച്, തെയ്യം ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ടാട്ടാ തിരിച്ച് വരിക. അപ്പോൾ വിരുന്നിട്ട് നിന്ന് കണ്ണിൽ ഉറക്കം വീണ് ബിബി ചേട്ടൻ എന്തോ എന്നോട് ചോദിക്കില്ല. താൻ ഒരു ഉറക്കം ഉറങ്ങി കേട്ടോ. അപ്പോൾ കണ്ണിലിങ്ങനെ ഉറക്കി കുത്തി എൻ്റെ ഒരു 3 മണി എങ്ങാനായിട്ടാ. ഇത് 3 മണിയായെന്ന് തോന്നുന്നു.
ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ രാത്രി നമ്മളെപ്പോൾ ഉറങ്ങുന്നില്ല, അപ്പോൾ ഉറങ്ങാനായിട്ടുള്ളൊരു വല്ലാത്ത ക്ഷീണം. അപ്പോൾ അതാ ബിബി ചേട്ടൻ പോയിട്ട് ഒരു ഐസ്ക്രീമെല്ലാം വാങ്ങിക്കൊണ്ട് തന്നു. 4 മണിയായി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാർ കൂടി വന്നിട്ടോ. ഇനി ഒരു 4:30 4:45 ആകുമ്പോഴത്തേക്ക് ഇത് പൊട്ടാൻ തുടങ്ങും എന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഇനി വെയിറ്റ്. ഇവിടുന്ന് നമ്മൾ നേരെ എണീറ്റിന് കേട്ടോ, റോഡ് സൈഡിലേക്ക് പോയിന് കേട്ടോ. അപ്പോൾ ഇനി കാണാം കേട്ടോ.
മേലെ കാണിച്ചു അടിപൊളി പൂവ് മോശമില്ല, നല്ല രസമാണ്. ഇനി പല്ലും തേച്ച് ചായ കുടിച്ചിട്ട് ഉറങ്ങട്ടെ. ഇവിടെയുള്ള ഒരാൾ ഉറങ്ങാണ്ടിരിക്കുന്നു. അപ്പോൾ അത്രയുള്ളട്ടെ ഇന്നത്തെ വീഡിയോ. ബൈ.